റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മളോട് ഇതിൽ നിന്ന് പരിഹാരം സ്വീകരിക്കാൻ പറഞ്ഞത്, അസൂയകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞത് റുഖിയ ചെയ്യലാണ്. റുഖിയ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ദുആകളും ഓതിയിട്ട് നമ്മൾ തഹസ്സുൻ ചെയ്യാന്ന് പറയാം. ഒരുതരം പ്രൊട്ടക്ഷൻ എടുക്കുക. നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ദിക്ർ ചൊല്ലുക, ഒരു വിഷയം കാണുമ്പോൾ ഉള്ള ദിക്ർ ചൊല്ലുക, അങ്ങാടിയിലേക്ക് കയറുമ്പോൾ ദിക്റുണ്ട് അത് ചൊല്ലി, വീട്ടിലേക്ക് കയറാണ് ഇറങ്ങാണ് ദിക്ർ, വാഹനത്തിലേക്ക് കയറാണ് ദിക്ർ ചൊല്ലാനുണ്ട്, ഒക്കെ ആ ദിക്റുകൾ ചൊല്ലി അതെന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ നടത്തുക. എല്ലാ വിഷയത്തിലും മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹുവിന്റെ അരികത്തേക്ക് വരികയാണ്. അപ്പൊ അനസ് തങ്ങളോട് പറഞ്ഞു, യാ അബാ ഹംസ ഇസ്തകൈതു. സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹു അനസ് തങ്ങളോട് പറയാ, അനസ് എന്നവരെ എനിക്ക് വല്ലാത്ത ഏതോ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട്. അസുഖം ബാധിച്ചു? ഏത് അസുഖമാണ്, എന്താണ് കാരണം എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു അസുഖം ബാധിച്ചിരിക്കുകയാണ്. അപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ ഉർഖീഖക ബിഖുയ്യത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മന്ത്രിച്ചൂതി തന്നിരുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ മന്ത്രിച്ചൂതി തരട്ടെയോ? മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മെല്ലെ ചൊല്ലുകയാണ്, അത്രയും അർത്ഥമുള്ളൂ. മന്ത്രം എന്ന് പറയുമ്പോഴേക്കും ഇസ്ലാം എന്ന പുറത്താണ്, ഷിർക്ക ഗുഫ്ര അങ്ങനെ പറഞ്ഞുകൂടാ. റുഖിയത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള മന്ത്രം നിങ്ങൾക്ക് ഞാൻ ചൊല്ലിത്തരട്ടെയോ, മന്ത്രിച്ചൂതി തരട്ടെ, അതതിനർത്ഥം. അപ്പൊ പറഞ്ഞു നഅം ബല. അപ്പോ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതരായി കിടക്കുന്ന ആളുകൾക്ക് റുഖിയ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബൽ ബഅസി, അങ്ങനെ ഒരു റിവായത്തിൽ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ എന്നും വന്നിട്ടുണ്ട്. റബ്ബന്നാസ് മുദ്ഹിബൽ ബഅസി ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ എന്ന് അനസ് റളിയല്ലാഹുവിന് ചൊല്ലിക്കൊടുത്തു. പറഞ്ഞതേ ഉള്ളൂ, സാബിത്ത് റളിയല്ലാഹുവിന്റെ അസുഖം മാറുകയും ചെയ്തു. അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. അല്ലാഹുവേ, നീയാണ് ശിഫ തരുന്നവൻ, നിന്റെ കയ്യിലാണ് ശിഫയുള്ളത്, ഒരു വേദനയോ അസുഖമോ ബാക്കിയാവാതെ പരിപൂർണമായും ശിഫ കൊടുക്കണേ ഈ സാബിത്തിന് എന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ചൊല്ലിക്കൊടുത്തപ്പോൾ ഉടനെ ശിഫ ലഭിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള ദിക്റുകളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കൽ ആവശ്യമാണ്. വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കുറേയേറെ വിഷയങ്ങൾ അള്ളാഹു തആല പരിഹാരം തരും. അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. നമ്മിൽ ഒരാളോടും എന്ത് ചെയ്യുക, നമുക്കൊരു ദേഷ്യം തോന്നാതിരിക്കുക, അസൂയ തോന്നാതിരിക്കുക. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ ഹൃദയം ശുദ്ധിയായി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഖൽബ് ശുദ്ധമാവുക. പ്രത്യേകിച്ച് നമ്മളൊരു വർക്ക് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റിൽ അവിടെ ഉള്ളത് ജോലി സംബന്ധമായി ഒരുപാട് അസൂയകൾ വരും. നമ്മൾ പാരവെപ്പ് എന്നൊക്കെ പറയും, ഈ പാരവെക്ക് എന്നൊക്കെ പറഞ്ഞാൽ അസൂയയാണ്. ഷെയ്ഖ് ഹംസ യൂസുഫ് ഒക്കെ പറയാറുണ്ട്, കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ആ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം മുതലാളിമാരോടുള്ള അസൂയയാണെന്ന്. അസൂയയിൽ നിന്ന് ഉടലെടുത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം എന്ന് പറയാറുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ വളരെ ദീർഘമായി തന്നെ ചർച്ച ചെയ്തു. ബേസ്ഡ് ഓൺ പ്യൂർ ഹസദ്, അസൂയ മുതലാളിമാർക്കുണ്ടായിക്കൂടാ, ഞങ്ങൾ എന്തിനാ തൊഴിലാളിമാരെ കഷ്ടപ്പെടുന്ന, അവരങ്ങനെ സൂഹിക്കേണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഈ ഒരു പരസ്പരം റൈസിസം എന്ന് പറയുന്ന രണ്ട് തട്ടുകളായി മനുഷ്യരെ കാണുന്ന രീതി. അപ്പോ അസൂയ നമുക്കുണ്ടായിക്കൂടാ. അത് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് തുടച്ചു നീക്കിയാൽ മാത്രമേ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അസൂയ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ആരും ചെയ്യരുത്. അതൊരു വലിയ വിഷയമാണ്. ഒന്നുമില്ല, മാനേജറോട് പോയിട്ട് വല്ല പറഞ്ഞു കൊടുക്കുക, ഓ മുങ്ങിക്കണട്ടോ, ആ സാധു മെല്ലെ ചോദിച്ചാൽ കിട്ടാത്തൊരു നേരത്ത് ഒന്ന് പുറത്തു പോയി ഓടി വന്നായി. അപ്പൊ എന്തെങ്കിലും കുഴപ്പങ്ങൾ, ഇബ്ലീസ് മനുഷ്യന്റെ കൂടെ ഉണ്ട്, അതാണ് വിഷയം. എന്തെങ്കിലും ഒരു വിഷയം നടക്കുമ്പോഴേക്കും ഇപ്പുറത്ത് പോയി കൊളത്തി കൊടുക്കുക. എന്തിനെന്നറിയോ, ഇയാൾക്ക് മറ്റേയാളെക്കാളും സ്ഥാനം കിട്ടാനും പ്രമോഷൻ എനിക്ക് കിട്ടണം, മറ്റവന് കിട്ടരുത്. അള്ളാന്റെ കല ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ. അള്ളാഹുവിന്റെ കല അല്ലേ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു അസുഖമാണ്. പ്രത്യേകിച്ച് മലയാളികളായ നമ്മൾ ആരും ആ രീതിയിൽ എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. ഞാൻ അതുകൂടെ പറയാം. നമ്മൾ പറയാറുണ്ട്, കൂടെ ജോലി ചെയ്യുന്നിടത്തൊരു മലയാളി കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ കൊണ്ടുവന്നവന്റെ ജോലി പോലെ ഉറപ്പാണ്, അല്ലെങ്കിൽ രണ്ടാളും പോകും. രണ്ടാളും പ്രശ്നമായിട്ട് എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരൊറ്റ മലയാളി ഇല്ല എന്നുള്ളതാണ്. അപ്പോ വേറെ രാജ്യക്കാരാണ്, ഇന്ത്യക്കാരും ഇല്ല, പാകിസ്ഥാനി ബംഗ്ലാദേശി ഇല്ല. അപ്പൊ പിന്നെ ഒരു സമാധാനം അങ്ങനെ തോന്നാറുണ്ട്. പടച്ചോനെ ആ നിലക്കുള്ള ഫിത്തന വരാൻ സാധ്യതയില്ലല്ലോ. പക്ഷെ നമ്മൾ കൂടെ തന്നെ നമ്മ തമ്മിൽ തന്നെയുള്ള ഒരു തരം അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ്. പിന്നെ ആ ഒരു കൾച്ചർ നമ്മൾ മാറ്റിയെടുക്കണം, അതാ വിഷയം. നേമറിച്ച് വേറെ സമുദായക്കാരുണ്ട്, ഒരാൾ വന്നു, രണ്ടാമത്തോനെ കൊണ്ടുവരും, മൂന്നാമത്തോനെ കൊണ്ടുവരും, നാലാമത്തോനെ കൊണ്ടുവരും, പിന്നെ അവിടുത്തെ മെജോറിറ്റി അവരാണ്. പക്ഷെ നമ്മളെന്താ അങ്ങനെ ചെയ്യാത്ത? അങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അൽഹംദുലില്ലാ.
അപ്പോൾ അസൂയയിൽ നിന്നുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരുപാട് അനാവശ്യമായി മനസ്സ് വെറുതെ വേദനിക്കും. എന്തിനാ അതിന്റെ ആവശ്യം? അള്ളാഹു കൊടുത്തതാണ്, അൽഹംദുലില്ലാ. ജോലിക്ക് കൊണ്ടുവന്ന ആളെ, ബിസിനസ് തുടങ്ങി കൊടുത്ത ആൾ അവസാനം ഈ കൊണ്ടുവരപ്പെട്ടവൻ പുറത്താക്കുക. അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. ഇയാളെ കൊണ്ടുവന്നത് ഇവനാണ്, ഇവർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്ത ഇയാളാണ്, ഇയാൾക്ക് സാലറി കൂട്ടി കൊടുത്തത് ഇയാളാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനെ ഇവർ സംഘം കൂടിയിട്ട് ഇയാളെ പുറത്താക്കുക, എന്നിട്ട് അയാളുടെ സ്ഥാനം കൈവെക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള പൈശാചികത ഈ ജോലി ചെയ്യുന്ന ലോകത്തുണ്ടാവും. നാട്ടിൽ പത്രം ഉണ്ടായിക്കൊള്ളുന്നില്ല, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പ്രത്യേകിച്ചും അങ്ങനെ കാണും. അത് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടാവും. നമ്മൾ ആരുടെയും ജോലി നഷ്ടപ്പെടാൻ കാരണമാവരുത്, നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ കാരണമാവരുത്. ഒരു കുടുംബമാണ് ജീവിക്കുന്നത്, ഒരു കുടുംബമാണ് സർവൈവ് ചെയ്യുന്നത്. അപ്പൊ അത്തരം കുടുംബത്തിന്റെ മുഴുവൻ വഴിയാണ് നമ്മൾ അടച്ചു കളയുന്നത്. നമ്മളിന്ന് ഉണ്ടാവരുത്. ഇൻഷാ അല്ലാഹ് ആ വഴിക്ക് നമ്മുടെ മനസ്സുകളെ ശുദ്ധമാക്കുക. അല്ലാഹു തആല ശുദ്ധിയാക്കി തരുമാറാവട്ടെ. ചില സമയം വൈകിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചില സംഭവങ്ങളൊക്കെ അതിനെ സംബന്ധിച്ചുകൊണ്ട് ഇമാം ഷാബി ജോലി സംബന്ധമായിട്ട് വരുന്ന ചില അസൂയകളുടെ ചില കഥകളും ചില രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം വൈകിയത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബ് ശുദ്ധമാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയം ശുദ്ധമാവുകയും ഇൽമ് ലഭിച്ചവരോടും ഈമാനും തഖ്വയുമുള്ളവരോടുമുള്ള ഗീബത്ത് അവരെ പോലെ ആകണം എന്ന ആഗ്രഹം അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ അവരെ പോലെ ആക്കിത്തരട്ടെ. നമുക്ക് അള്ളാഹു തആല ഇൽമും അമലും അവന്റെ പൊരുത്തത്തിലുള്ള ഐശ്വര്യവും അള്ളാഹുവിന്റെ ഹലാല് കൊണ്ടുള്ള സമ്പാദ്യവും അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ കച്ചവടങ്ങൾ അള്ളാഹു വിജയിപ്പിക്കട്ടെ. ജോലിയിൽ അള്ളാഹു ബർക്കത്ത് തരട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹുവിന് ശിഫ കൊടുക്കണേ. പടച്ചവനെ അള്ളാഹു ഈ ദാറുന്നൂർ എന്ന സ്ഥാപനം ഇതിനു വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്കൊക്കെ സർവ്വലോകത്തെയും ഖൈർ നീ കൊടുക്കണം തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചക്കും ഉലമാഇന്റെ അഭിവൃദ്ധിക്കും ഈ സമൂഹത്തിന്റെ ദഅവത്തിനെ ശക്തിപ്പെടുത്താനും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, ഉസ്താദുമാർക്ക്, അതിന്റെ പ്രവർത്തകന്മാർക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവെ നീ അവർക്കൊക്കെ നിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ ഒരു ഓഹരി കൊടുക്കണം തമ്പുരാനെ. അതിനൊക്കെ സഹായിക്കാൻ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാ രീതിയിലും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യം നമ്മൾ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹുവെ നീ ഞങ്ങളോട് പൊരുത്തപ്പെടണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള മോശപ്പെട്ട ചിന്തകളെ നീ ഇല്ലാതെയാക്കി തരണേ തമ്പുരാനെ. ഖൽബിന്റെ ഉള്ളിൽ ഒരാളോടും ഒരു അസൂയയോ ഒരു പകയോ ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഇല്ലാതെ ലാ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ നിന്റെ മുമ്പിൽ സുരക്ഷിതമായ ഹൃദയവുമായി കടന്നു വരാനുള്ള ഭാഗ്യം നീ തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സ്നേഹിതന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, ഞങ്ങളുമായി ഇൽമിനുമായി ദീനുമായി ബന്ധമുള്ളവർ, ഞങ്ങളുടെ സുഹൃത്തുക്കളും സഹകാരികളുമായവർ, നാട്ടുകാരും സാധാരണക്കാരും മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളുമായി ഞങ്ങളുടെ പരിചയക്കാർ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണം തമ്പുരാനെ. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്കൊക്കെ നീ തരണേ തമ്പുരാനെ. ഞങ്ങൾ ആരെല്ലാം വിഷമത്തിലും പ്രയാസത്തിലുമാണോ അവരുടെ പ്രയാസങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണേ തമ്പുരാനെ. ആരെല്ലാം എന്തെല്ലാം ബുദ്ധിമുട്ടിലുണ്ടോ ആ ബുദ്ധിമുട്ടുകൾ നീ നീക്കണേ റഹ്മാനെ. അസൂയ കൊണ്ടും കണ്ണേറുകൊണ്ടും സിഹർ കൊണ്ടും ഒക്കെ പ്രയാസത്തിലുള്ള ആളുകളുണ്ട് തമ്പുരാനെ. അവരുടെയൊക്കെ പ്രയാസങ്ങൾ اللهم بحق هذه الليلة المباركة بحق هذا المجلس العظيم അല്ലാഹു നീ അവർക്ക് ഫറജിന്റെ വഴി തുറന്നു കൊടുക്കണേ തമ്പുരാനെ. എല്ലാ വിഷമങ്ങളും നീക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഖൈറായി ജോലി കൊടുക്കണേ തമ്പുരാനെ. കച്ചവടത്തിൽ നഷ്ടം വന്നവർക്ക് നീ പകരം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ഓരോരുത്തരുടെയും കടബാധ്യതകൾ വിടാനുള്ള വഴികൾ എളുപ്പമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരിമാർ വിവാഹപ്രായം എത്തിയവർക്ക് യോജിച്ച വിവാഹ ബന്ധങ്ങൾ നീ കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കൺകുളിർമുള്ള മക്കളെ കൊടുക്കണേ അള്ളാഹു. ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിക്കുന്ന ഓരോ സെക്കൻഡും നന്മ വർദ്ധിക്കുവാനും തിന്മകൾ പൊറുക്കപ്പെടാനും നിമിത്തമാക്കണേ അള്ളാഹ്. ഞങ്ങൾ അറിയാതെയും അറിഞ്ഞും ഒറ്റക്കും കൂട്ടമായി രഹസ്യവും പരസ്യവുമായി ചെയ്ത എല്ലാ തെറ്റുകളും നീ പുറത്തു തരണേ റബ്ബേ. ഞങ്ങൾക്ക് മാപ്പ് തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹു നാളെ നിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ അല്ലാഹു ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി തരണേ തമ്പുരാനെ. ബിഹഖ് സയ്യിദുൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلي على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته.